പ്രൈസ് ദി ലോർഡ്. ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തിയുടെ പഠനമാണ് നമ്മുടെ ചിന്താവിഷയം. കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ നാം ചിന്തിക്കുന്നത് 2-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്നുള്ള ഭാഗം നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നു. തുടർന്നുള്ള എല്ലാ അധ്യായങ്ങളിലും പരിശുദ്ധാത്മാവ് നിറവ് ഒരു തുടർമാനമായ സംഭവമായി നമുക്ക് ദർശിക്കാൻ കഴിയുന്നു. കേവലം ഇത് നിന്നുപോയ ഒരു അനുഭവമല്ല. ഈ പുസ്തകത്തിലുടനീളം, അത് മാത്രമല്ല ചരിത്രത്തിലുടനീളം നൂറ്റാണ്ടുകളായി ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആത്മാവ് അത് അവസാനിപ്പിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങളും അതിന്റെ വ്യാപാരവും നിറവിന്റെ പ്രകടമായ അനുഭവങ്ങളും അന്യഭാഷ ഭാഷണവും ഒരിക്കലും നിലച്ചിട്ടില്ല. ഇന്നും സഭ മുഖാന്തരം ആ നിറവ് വീണ്ടും വീണ്ടും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ നമ്മുടെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ആത്മപ്രവർത്തികളെ നാം അവസാനിപ്പിക്കരുത്. കാറ്റടിക്കുന്നത് പോലെ, വെള്ളമൊഴുകുന്നത് പോലെ, മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ, തീ കത്തുന്നത് പോലെ ഇന്നും അത് അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. 120 പേരുള്ള സംഘം എല്ലാവരും ആത്മനിറവിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം അവർ ശക്തരായി തീർന്നു. എന്റെ ചിന്ത, മാളിക മുറിയിൽ ഒരുക്കപ്പെട്ട 12 പേര് മാത്രമല്ല, ആ കൂട്ടം മുഴുവൻ ആത്മശക്തിയുടെ വലിയ അനുഭവം അവർക്ക് പ്രാപിക്കാനിടയായി. അവർ മാളിക മുറിയിലേക്ക് കയറിയത് പോലല്ലേ ഇറങ്ങിയത്. കയറിയത് സാധാരണക്കാരായിട്ടാണ്. വളരെ ഭീരത്വമുള്ളവർ, ധൈര്യം നഷ്ടപ്പെട്ടവർ, ഓടി ഒളിച്ചവർ, പിന്മാറിപ്പോയവർ, യേശുവിന്റെ പുനരുത്ഥാനം സംഭവിച്ചിട്ടും അതിൽ വിശ്വസിക്കാൻ കഴിയാത്തവർ, ദൗത്യ നിർവ്വഹണത്തിൽ പരാജയം സംഭവിച്ചവർ. പക്ഷെ അവരെല്ലാം കർത്താവ് വീണ്ടും നിയോഗങ്ങൾ നൽകി, അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി, അവരെ വീണ്ടും ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി സജ്ജരാക്കി. ഒരുക്കപ്പെട്ട 12 പേരാണ് മാളിക മുറിയിലേക്ക് കയറിപ്പോയത്. അവർ അവിടെ വീണ്ടും പണിയപ്പെട്ടു. അതിന്റെ ഒരു തെളിവാണ് പത്രോസ് പെന്തക്കോസ്ത് ദിനത്തിൽ അവിടെ കൂടി വന്ന ഒരു വലിയ സമൂഹത്തോട് യോവേലിനെ കുറിച്ച് പറയുന്നു, സങ്കീർത്തന പുസ്തകത്തിൽ നിന്ന് പറയുന്നു, ദാവീദിനെ കുറിച്ച് പറയുന്നു. അത് മാത്രമല്ല, അപ്പോസ്തല സഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന അപ്പോസ്തോലിക ഉപദേശം, അതിന്റെ അടിസ്ഥാനങ്ങൾ എന്താണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവിനെ, പത്രോസിനെ അതിനുവേണ്ടി ഉപയോഗിച്ചു. ഇതാണ് പ്രിയമുള്ളവരെ വന്ന ഇന്നത്തെ ദൂത് നമ്മെ വീണ്ടും പ്രാർത്ഥന മുറികളിൽ കൊണ്ടെത്തിക്കും. ശിഷ്യ സമൂഹത്തിന്റെ മാളിക മുറി തർക്കങ്ങളുടെ വാദങ്ങളുടെ സ്ഥലമല്ലായിരുന്നു. അവർ ഭയപ്പെട്ട് ഓടി ഒളിച്ച് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട തുരുത്തുകളിൽ കഴിയുന്ന ഏതെങ്കിലും സങ്കേതങ്ങളല്ലായിരുന്നു. അവർക്കറിയാവുന്ന പഴയ തൊഴിൽ ചെയ്ത് എങ്ങനെയെങ്കിലും ഉപജീവനം കഴിക്കണമെന്നുള്ള ചിന്തയിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുവാൻ കൂടിയിരുന്ന ഒരു സ്ഥലമല്ലായിരുന്നു മാളിക മുറി. അവിടെ അവർ ഒരുക്കപ്പെടുകയായിരുന്നു. പെന്തക്കോസ്തിന്റെ ശക്തി ഏറ്റുവാങ്ങുവാൻ അവർ ആത്മാവിൽ ഒരുക്കപ്പെടുകയായിരുന്നു. അവർ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുകയായിരുന്നു. യോവേൽ പ്രവചനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ദൂത് പത്രോസ് ലീഗ ജനത്തോട് വിളിച്ചു പറയുന്നു. അവിടെ കൂടി വന്നവർ മൊത്തം ചോദ്യം ഇതെന്താണെന്ന്. അവർ പറയുന്നു, ഇത് പുതുമീനാണ്, ലഹരിയാണ്, മദ്യപിച്ചവരുടെ ഒരു കൂട്ടമാണ്. അപ്രകാരം സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ മാളിക മുറിയിൽ ഇപ്പോൾ ആയിരിക്കും. പത്രോസ് ഇതെന്താണെന്ന് പറഞ്ഞു, ഇതെന്തല്ലെന്ന് പറഞ്ഞു. ആ കൂടി വന്ന ഒരു വലിയ സമൂഹം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. 3-നും തനിക്ക് മറുപടിയുണ്ട്. പ്രിയമുള്ളവരെ, ലോകം ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും നാളുകളിൽ മറുപടി പറയുവാൻ ആത്മാവ് നിങ്ങളെ പ്രാപ്തരാ. ആ നാഴികയിൽ എന്തു പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആലോചന നൽകും. കാരണം പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കും. ആലോചനയുടെ, പരിജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ ആത്മാവാണ്. 10 ദിവസത്തിന് മുമ്പ് മാളിക മുറിയിൽ കയറിപ്പോയ സാധാരണക്കാരനായ ശിഷ്യന്മാർ അസാധാരണമായ ആത്മശക്തിയോടെ പുറത്തിറങ്ങി. മോശ ഒരു സാധാരണക്കാരനായിട്ട് മുൾപ്പടർപ്പിലെ തീ കാണാൻ പോയതാണ്. പക്ഷേ ഹോരേബിൽ നിന്ന് തിരിച്ചിറങ്ങിയത് തീ കണ്ട മോശ, ദൈവശബ്ദം കേട്ട മോശ, നിയോഗം ഏറ്റുവാങ്ങിയ മോശ ഹോരേബിൽ നിന്ന് പുറത്തു വന്നത് ആട്ടിടയനായിട്ടല്ല, തന്റെ അമ്മായിപ്പിന്റെ ഒരു കൂട്ടം ആടുകളുടെ പ്രധാന ഇടയനായി തന്റെ ജോലിയിൽ താൻ തുടരുകയല്ലായിരുന്നു. തീയുടെ വെളിപ്പാടിൽ ഹോരേബിൽ കത്തിയ തീ നൽകിയ ഒരു രൂപാന്തരം മോശയെ വീണ്ടെടുപ്പുകാരനായി, ഒരു ജനത്തിന്റെ നായകനാക്കി മാറ്റി. ജോസഫ് വളരെ സാധാരണക്കാരനായിട്ടാണ് കാരാഗ്രഹത്തിൽ എത്തിച്ചത്. ഒരുപക്ഷെ സ്വപ്നങ്ങൾ അവനെ കാരാഗ്രഹത്തിൽ അടച്ചു. പക്ഷെ തിരിച്ചിറങ്ങിയത് കേവലം സ്വപ്നക്കാരനായിട്ട് മാത്രമല്ല. ഇപ്പോൾ ആര് സ്വപ്നം പറഞ്ഞാലും അത് വ്യാഖ്യാനിക്കാൻ തക്കണം. വലിയ വെളിപ്പാട്. ഫറവോൻ സ്വപ്നം പറഞ്ഞാലും അതിന്റെ അർത്ഥം പറയും. ജോസഫ് പ്രാപ്തനായി. നേരത്തെ സ്വപ്നം വ്യാഖ്യാനിച്ചത് അപ്പനും സഹോദരങ്ങളുമാണ്. പക്ഷെ ഇപ്പോൾ വ്യാഖ്യാനപരവും ആര് സ്വപ്നം കണ്ടാലും അതിനെ വ്യാഖ്യാനം പറയുവാൻ കാരാഗ്രഹം തന്നെ പ്രാപ്തനായി. ശൗൽ ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് എത്തുന്നത് അധികാരപത്രമായിട്ട് സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചു കെട്ടുവാൻ വന്നവനെ വഴിത്തലക്കൽ ഒരു ദൈവിക ഇടപെടൽ ശൗലിനെ രൂപാന്തരപ്പെടും. ഇപ്പോൾ ദൈവശക്തി ശൗലിനെ പിടിച്ചു. ഇപ്പോൾ കയ്യിൽ അധികാരപത്രമില്ല. കാരണം ഈ അധികാരപത്രത്തിന്, ഈ ദൈവശക്തിന് മുമ്പിൽ യാതൊരു വിലയുമില്ല. അതിന് അധികാരവും. പ്രിയമുള്ളവരെ, ഒരു ദൈവിക ഇടപെടൽ നിങ്ങളെ വ്യത്യസ്തരാക്കിയിട്ട് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അപ്പോസ്തലന്മാരായിട്ട് അവർ മാളിക മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മുടെ ലൈഫിലും ഒരു ടേണിംഗ് പോയിന്റ്. ഇന്നത്തെ പരമ്പരാഗതമായ ജീവിതശൈലി ശുശ്രൂഷയിൽ നിന്ന് അടുത്തൊരു ഷിപ്പ്. അതിന് നിങ്ങൾക്കും ഒരു മാളിക മുറി ആവശ്യമാണ്. അവിടുന്ന് പുറത്തിറങ്ങിയവർ അസാധാരണ അഭിഷേകമായി പുറത്തിറങ്ങി. അവർ ചലിപ്പിച്ചു, ദേശങ്ങളെ ചലിപ്പിച്ചു. നാടുവാഴികളും മതമേധാവികളും പൗരോഹിത്യ സംഘം ഒക്കെ ഈ ശിഷ്യ സമൂഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാതെ അവർ മതവും തത്വചിന്തയും പാരമ്പര്യവും ആചാരങ്ങളും അവരുടെ പദ്ധതികളെല്ലാം ഒന്നൊന്നായി പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നിങ്ങളും ഞാനും ഒരു ആത്മനിറവിലേക്ക്, പരിശുദ്ധ ശക്തിയിലേക്ക്, അഭിഷേകത്തിലേക്ക് നയിക്കപ്പെടുക എന്നുള്ളതാണ്. ആ അഭിഷേകങ്ങളെ അധികാരപ്പെടും. ആ അഭിഷേകത്തിൽ ശക്തിയുണ്ട്. ആ അഭിഷേകത്തിൽ അനുഗ്രഹമുണ്ട്. ആ അഭിഷേകത്തിൽ നിങ്ങളെ
ശക്തീകരിക്കുന്ന കൃപയുണ്ട്. ആ അഭിഷേകത്തിൽ നിങ്ങൾക്ക് നാളെ ശോഭനകരമായ ഭാവിയുണ്ട്. നമുക്ക് വീണ്ടും അപ്പോസ്തല പ്രവൃത്തി തുടർമാനമായി ചിന്തിക്കാം. വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ.